വയനാട് മേപ്പാടി ഉരുൾപൊട്ടൽ കാലത്തെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ ഓർത്തെടുത്ത് മേപ്പാടി CSI ഹോളി ഇമ്മാനുവൽ ചർച്ച് ചെയർമാൻ റവറൻ ഫാദർ PV ചെറിയാൻ. ഉരുൾപൊട്ടൽ സമയത്ത് ചർച്ച് കേന്ദ്രീകരിച്ചായിരുന്നു സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. കഴിഞ്ഞ ദിവസം ഫാദർ PV ചെറിയാനെ സേവാഭാരതി ആദരിച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കാലത്ത് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് പള്ളിയുടെ കെട്ടിടങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവർക്കൊപ്പം നിന്ന ഒരു ഫാദറുണ്ട്. മേപ്പാടി CSI ഹോളി ഇമ്മാനുവൽ ചർച്ചിലെ ചെയർമാൻ റവറൻ ഫാദർ PV ചെറിയാൻ. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഫാദർ, ഏത് രീതിയിലാണ് അന്നത്തെ ആ പ്രവർത്തനങ്ങളെയൊക്കെ ഇപ്പോൾ വിലയിരുത്തുന്നത്? കഴിഞ്ഞ 6 മാസം മുമ്പാണ് നമ്മൾ ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത് ആയിരുന്നു. പ്രതിസന്ധി ഉണ്ടായി. ആ സമയത്ത് നമ്മളെല്ലാവരും സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള ആളുകൾ വരികയും കൂട്ടായിട്ട് ഒരു പ്രവർത്തനം ആ സമയത്ത് കാഴ്ചവെക്കുകയും ആ ദുരന്തത്തിലെ ഇരകളായവരെ നമുക്ക് ഒരുമിച്ച് സഹായിക്കാനും അവരെ ശാക്തീകരിക്കാനും ഒക്കെ ആ സമയത്ത് സാധിച്ചു. ആ ഒരു സമയം നമുക്കെല്ലാവർക്കും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ദേശം കടന്നുപോയത്. എങ്കിലും കൂട്ടായി പ്രവർത്തിച്ച് ഇപ്പോൾ നമ്മൾ ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും സേവാഭാരതിയുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ഒരു സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ ധനത്തിൻ്റെ വിതരണത്തിൽ വീണ്ടും എനിക്കും അതിൽ പങ്കാളിയായി തീരുവാനും അവരോട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുവാനും ഇടയായി തീർന്നു. ഇപ്പോൾ ഈ ഒരു 6 മാസം പിന്നിടുമ്പോൾ, ഈ ദുരന്തം കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ അവരുടെ പ്രവർത്തനത്തെ ഒന്നുകൂടെ ഇപ്പോൾ വിലയിരുത്താനും ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ ചെയ്തതായിട്ട് മനസ്സിലാക്കാനായിട്ടും ഇടയായി തീർന്നു. അവരുടെ അക്ഷീതമായിട്ടുള്ള പ്രവർത്തനവും അവരുടെ പ്രവർത്തകരുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലും ഈ ദുരന്തത്തിന് ശേഷവും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ലഭ്യമായി തീർന്നു എന്ന് ഈ മീറ്റിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. വളരെ സന്തോഷം. നമ്മൾ ഇപ്പോഴും ഈ പ്രവർത്തനത്തോടൊപ്പം ഈ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം അവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ വലിയ സന്തോഷവും വലിയ ഒരു അനുഗ്രഹമായിട്ടും തോന്നുന്നു. താങ്ക് യു. ഫാദറിനെയും ഇപ്പോൾ അനുമോദിച്ചിരിക്കുകയാണ് സേവാഭാരതി. അതിൽ നിന്ന് ആ തുടക്കം മുതൽ ഫാദറും ഈ ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തെ? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉള്ള ഒരു സമയമാണ്. കാരണം അന്ന് ആ സമയത്ത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രവർത്തകരോടൊക്കെ ഒരുമിച്ച് നമുക്കും അതിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അവർ എന്നെ മറന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ലഭിച്ച നൽകി കൊടുത്ത സേവനം അത് ഇന്നും അവരുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിലുണ്ടെന്നും കുറേ ദിവസം ആയിട്ട് ഇതിൻ്റെ പ്രവർത്തകരെ എന്നെ ക്ഷണിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ വരികയും പല പ്രാവശ്യം അവരൊക്കെ എന്നെ കാണാനായിട്ട് സാധിച്ചില്ല. 6 പ്രാവശ്യം വന്നെന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും വളരെ എന്നോടുള്ള ഞങ്ങളുടെ സഭയോട് കാണിച്ച ആ സ്നേഹത്തെ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു. എൻ്റെ സഭയെ ആദരിച്ചതായിട്ടാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേക നന്ദി എല്ലാ പ്രവർത്തകരോടും ഇതിൻ്റെ ഭാരവാഹികളോടൊക്കെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ അർപ്പിക്കും. എങ്ങനെയായിരുന്നു സേവാഭാരതി ഈ ചർച്ചിലേക്ക് എത്തിപ്പെടുന്നത്? ഫാദറുമായിട്ട് എങ്ങനെയായിരുന്നു സേവാഭാരതി ബന്ധപ്പെട്ടത്? ഈ സേവാഭാരതിയുടെ പ്രവർത്തകരെ ഞങ്ങളുടെ സഭയിലേക്ക് എത്തിച്ചേർന്ന് ഞങ്ങളുടെ സഭയിലെ ഒരു അംഗം മുഖാന്തരമാണ്. സജി എന്ന ഒരു വ്യക്തിയുടെ മുഖാന്തരമാണ്. അദ്ദേഹം ആണ് ഞങ്ങളുടെ സഭയിലെ ആദ്യത്തെ, ഞങ്ങളുടെ സെക്രട്ടറിയുടെ മരുമകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ സേവാഭാരതിയുടെ ഒരു സജീവമായ പ്രവർത്തകനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ പറയുകയും ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ സഭയിലെ മേലധികാരികളുമായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ ചോദിക്കുക. അവരൊന്നും ആരും ഒരു തടസ്സം പറഞ്ഞില്ല. അപ്പോൾ ആ സജി മുഖാന്തരമാണ് വാസ്തവത്തിൽ ഈ പ്രവർത്തനത്തിൽ എനിക്കും നിങ്ങളോടൊപ്പം പങ്കുചേരാനും നിങ്ങളോട് ഒരുമിച്ച് ഈ പ്രവർത്തനത്തിലെല്ലാം കൂടെ ആയിരിക്കാൻ ഇടയായി തീർന്നത്. അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. ദുരന്ത മുഖത്ത് കൂട്ടായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും സംതൃപ്തിയുമൊക്കെയാണ് ഫാദർ പങ്കുവെക്കുന്നത്. അത്തരത്തിലുള്ള കൂട്ടായ്മയും ഇത്തരത്തിലുള്ള ദുരന്ത മുഖങ്ങളെ ഏത് സാഹചര്യത്തിലും പ്രതിരോധിക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ക്യാമറമാൻ സന്തോഷിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, വയനാട്.